മരുഭൂയാത്രയതികഠിനം പ്രതികൂലങ്ങളനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ഈ ഭൂമിയിലുള്ളത് പൂർത്തീകരിക്കാനുള്ള സമയമായപ്പോൾ താൻ ഏറ്റവും അധികം ശുശ്രൂഷിച്ച ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു വലിയ പുരുഷാരം യേശുവിന്റെ കൂടെ ഗലീലയിൽ നിന്ന് യാത്ര തിരിച്ചു. അവര് ശമരിയ കൂടിയല്ല വന്നത്. അവര് യോർദാൻ അക്കരെയുള്ള ദേശത്തൂടെ യഹൂദിയയുടെ അതിരുകളിൽ കൂടെ യാത്ര ചെയ്ത് അവര് എരിഹോവിൽ വന്നു. വലിയൊരു പുരുഷാരം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. അവര് എരിഹോവിൽ വന്നപ്പോ ദൈവവചനം നിങ്ങൾക്കറിയാമെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. ആ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് സക്കായി രക്ഷിക്കപ്പെടുന്നത്. അന്ന് രാത്രി കർത്താവ് സക്കായിയുടെ കൂടെ താമസിച്ചു. പിറ്റേന്ന് അവിടുന്ന് പുറപ്പെടുമ്പോൾ ആ പട്ടണത്തിൽ നടന്ന മറ്റൊരു അത്ഭുതമാണ്, ഭർത്യമായും കൂടെ ഒരു കണ്ണ് കാണാൻ മേലാത്ത ആളും സൗഖ്യമാകുന്നത്. ഇവരെല്ലാം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കൂടെയുള്ളതിൽ ഒരു നല്ല പങ്ക് ആളുകളും രോഗസൗഖ്യം ലഭിച്ചവരും വിടുതൽ ലഭിച്ചവരും. ബഹുഭൂരിപക്ഷം ആളുകളും ഗലീലയിൽ നിന്നുള്ളവരാണ്. കർത്താവിന്റെ ശിഷ്യന്മാരുമുണ്ട്. ഇനി ഈ വഴിക്ക് ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് കർത്താവ് തിരിച്ചു വരികയല്ല. ഒലിവ് മലയുടെ അരികിൽ എത്തിയപ്പോൾ കർത്താവ് അവിടെ നിന്നു. തന്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോ ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയും അവിടെ കെട്ടിയിരിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ശിഷ്യന്മാർ ചെന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവിടെ ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും കെട്ടിയേക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിച്ചു. അപ്പൊ കർത്താവ് നേരത്തെ പറഞ്ഞായിരുന്നു, അതിന്റെ ഉടമസ്ഥർ ഇതിനെ എന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ സിംപിളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, യജമാനന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വിടും. യജമാനന് ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷയിൽ ചിലപ്പോ അവൻ നമ്മളോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടെന്ന് വരാം. അത് നമുക്ക് വേണ്ടിയാ. കൊടുക്കാനുള്ള മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. യജമാനന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ക്ഷണം അന്നേരം തന്നെ അവരിതിനെ വിട്ടയക്കും. യജമാനന് ചിലപ്പോൾ പടക് വേണം ഇരുന്ന് സംസാരിക്കാൻ, ചിലപ്പം സഞ്ചരിക്കാൻ ഒരു കഴുതക്കുട്ടിയെ വേണം, ചിലപ്പം കുടിക്കാൻ അല്പം വെള്ളം വേണം, പ്രാർത്ഥിപ്പാൻ അല്പസമയം കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരാളെ വേണം, ക്രൂശ് ചുമപ്പാൻ ഒരാളെ ആവശ്യമായി വരും. യജമാനന് ആവശ്യമുണ്ടെന്നറിയുമ്പോൾ അന്നേരം തന്നെ അത് കൊടുക്കുന്ന ആളുകൾ. പടകും കഴുതയും മാത്രമല്ല, എന്ത് ചോദിച്ചാലും. മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, യജമാനൻ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാനുള്ള മനസ്സ്. അങ്ങനെ ഇവർ ഈ കഴുതയും കുട്ടിയെയും കൂടെ അയച്ചുകൊണ്ട് 2നെയും കൊണ്ടുവന്നു. അങ്ങനെ ആ സക്കറിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇതൊരു പ്രവചനമാണ്. സക്കറിയാവ് 9:9 ഇപ്പോൾ ഇവിടെ നിവൃത്തിയാക്കാൻ പോവാണ്.
അവര് കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവരെ അഴിച്ച് ആ കഴുതക്കുട്ടിയുടെ പുറത്തിട്ടു. യേശുവിനെ അതിൽ ഇരുത്തി. 4 സുവിശേഷം കൂടെ ചേർത്ത് വായിച്ചാലേ ഈ പൂർണ്ണമായ ചിത്രം കിട്ടും. എന്നിട്ട് ആ കൂടി നിന്നിരുന്ന ജനം, അവരിൽ പലരും തങ്ങളുടെ വസ്ത്രം അഴിച്ച് വഴിയിൽ വിരിച്ചു. പാവപ്പെട്ടവരാ, അവർക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. ഒരു റെഡ് കാർപ്പറ്റ് ഒന്നും വിരിച്ചു കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. ഒരു റോയൽ വെൽക്കം അവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ വിരിച്ചു. ബാക്കിയുള്ളവര് മരത്തിന്റെ ചില്ലകൾ വെട്ടി അതും വഴിയരികിൽ വിതറി. മറ്റു ചിലർ പനയുടെ കുരുത്തോല പിടിച്ചുകൊണ്ട് അവർ ആ കൂട്ടത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ നമ്മൾക്ക് അറിയേണ്ടത്, ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ദൂത് ഇതാണ്. ഈ ജനം വിളിച്ചു പറഞ്ഞത്, ഇവർ ഘോഷിച്ചത്, ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഇങ്ങനെ ഇവർ ആ ഒലിവുമലയുടെ കയറ്റം കയറുമ്പോൾ യെരുശലേമിലേക്കുള്ള വിജയപ്രവേശനമാണ്, ദ ട്രയംഫൽ എൻട്രി ഇൻ ടു ജെറുസലേം. അവർ ഉച്ചത്തിൽ ആർത്തും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അത്യുന്നതങ്ങളിൽ മഹത്വം. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഇസ്രായേലിന്റെ രാജാവ്. അവരെ കൊണ്ട് മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഹോസന്ന ഇൻ ദ ഹയസ്റ്റ്, അത്യുന്നതങ്ങളിൽ ഹോസന്ന. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. അവര് വിളിച്ചു പറയുന്നത് ഇത് രാജാവാണ്, ഇത് മശിഹയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നെല്ലാം അവർ വിളിച്ചു പറയും. ഈ സാധുക്കളായ മനുഷ്യർ, നിങ്ങൾ ആ കൂട്ടത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവരെന്തൊക്കെ ഈ പറയുന്നു? ഇവര് വലിയ വലിയ കാര്യങ്ങളായി പറയും. സാധുക്കളായ മനുഷ്യരാണ്. കണ്ണ് കാണാൻ മേലാത്ത ഭർത്തിയുമായി ഇപ്പൊ സൗഖ്യമായി വന്നതേ ഉള്ളൂ. ആ കൂട്ടത്തിലുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. മഗ്ദലക്കാരത്തി മറിയുണ്ട്. കുറെ മുക്കുവന്മാര് കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നവരുണ്ട്. ചുങ്കക്കാരുണ്ട് ആ കൂട്ടത്തിൽ. നമ്മുടെ പാവം സക്കായിക്ക് വരാൻ പറ്റിയില്ല. പുള്ളിക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പം തിരക്കായി പോയി. ഈ കൂടെ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വന്നേനെയായിരുന്നു. എന്താ തിരക്കെന്ന് ആ ഭാഗം വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി. വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അത് നന്നായിട്ട് വായിച്ചു നോക്കാമെങ്കിൽ നല്ല രസമാണ്. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഈ കൂടെ. ഒക്കെ പാവപ്പെട്ടവരാ, ഒന്നുമില്ല. ഒരു രാജകീയ സ്വീകരണത്തിന് വേണ്ടത് ഒന്നും അവരുടെ കയ്യിലില്ല. അവരുള്ളതെല്ലാം കൊടുത്തു. പക്ഷെ അവർ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്. അത്യുന്നതങ്ങളിൽ ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ പ്രവചനം, സെഖരിയ വിളിച്ചു പറഞ്ഞ പ്രവചനം, അതും കൂടെ അറിയണം. അപ്പോഴേ അതിന്റെ പൂർത്തീകരണം വരുന്നുള്ളൂ. സെഖരിയ പറഞ്ഞത്, സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി, എളുപ്പത്തിൽ അങ്ങ് പറയാം, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരും. അതാ പ്രവചനം. സിയോൻ പുത്രിയെ, ഇസ്രായേലെ, യെരുശലേമേ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി നിന്റെ അടുക്കൽ വരും. ഇതാ പ്രവചനം. ഇതാ ഇവിടെ നിവൃത്തിയാകുന്നത്. അതാ കൂടെ നടക്കുന്ന ആർക്കും അറിയത്തില്ല ഇത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യോഹന്നാൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ ശിഷ്യന്മാര് പോലും അറിഞ്ഞില്ലത്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന് തേജസ്കരണം വന്ന ശേഷമാണ് അവരിത് അറിയുന്നത്. ഈ ഒരൊറ്റ വിഷയമാണ് ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നത്. ആകയാൽ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇരുന്നാണ് ഈ സാധുക്കൾ വിളിച്ചു പറയുന്നത് എന്താ, ഇവരെന്തായി ഘോഷിക്കുന്നത്, ഇവരെന്തായി മഹത്വപ്പെടുത്തുന്നത്, അത് ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയും. ഈ പ്രവചനത്തിന്റെ നിവൃത്തി ഇവിടെ നടക്കുക. അവർ വിളിച്ചു പറയുക, നീ ഞങ്ങളുടെ രാജാവാ.
നീ ഇസ്രായേലിന്റെ രാജാവാ. ദാവീദിന്റെ സിംഹാസനം നിനക്കിപ്പോ തരും. ആ രാജ്യം ഇപ്പൊ ആരംഭിക്കും. റോമൻ സാമ്രാജ്യം പിടിച്ചടക്കുമെന്നൊന്നുമല്ല. ഈ പാവങ്ങൾക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. ഇവരാ കൂട്ടത്തിൽ പെട്ടവരല്ല. അങ്ങനത്തെ ആളുകളൊക്കെ യെരുശലേമിലുണ്ട്. ഒരിച്ചിരി കഴിയുമ്പോ വരും. ഇവര് കൃത്യമായി ആത്മീയ അർത്ഥത്തിലായി പറയും, ഞങ്ങളുടെ രാജാവാണ്, ദൈവമാണ്, ദൈവപുത്രനാണ്, മശിഹയാണ്, എല്ലാമാണ്. അവരാർത്ത് ദൈവത്തെ സ്തുതിക്കുക, ഞങ്ങളെ രക്ഷിക്കുക, ഇപ്പോൾ രക്ഷിക്കുക. അപ്പൊ ന്യായമായൊരു ചോദ്യം വരും, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടവരല്ലേ? ഭർത്തിമായി നിന്റെ കണ്ണിപ്പോ തുറന്നതല്ല ഉള്ളൂ, നീ രക്ഷപ്പെട്ടില്ലേ? ശിഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ടവരല്ലേ? ഈ മക്തലക്കാരത്തി മറിയക്ക് 7 ഭൂതം ഉണ്ടായിരുന്നതാ, അവള് രക്ഷപ്പെട്ടതല്ലേ? എന്റെ പൊന്ന് സാറേ, ഇതൊന്നും അല്ല രക്ഷപ്പെടുക എന്ന് പറയുന്നത്. കണ്ണ് തുറന്നു കിട്ടുന്നതും ഭൂതോപദ്രവം മാറുന്നതും എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവുന്നതൊന്നും അല്ല രക്ഷ. രക്ഷ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഇതൊക്കെ രക്ഷിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്, തുടക്കം മാത്രമാണ്. തുടങ്ങിയിടത്ത് വെച്ച് നിർത്തരുത്. ഇത് ഓടി തീർക്കണം. അവസാന ശ്വാസം വരെയും ഈ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കണം. അതാ ഇവര് പറയുന്നേ, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ കൈവിടരുത്, ഇപ്പോൾ രക്ഷിക്കണം, എന്നും രക്ഷിക്കണം, നീയാണ് ഞങ്ങളുടെ രാജാവ്. അബദ്ധം പറ്റരുത്. ഓടിത്തുടങ്ങിയപ്പോഴേ മതിയായെന്ന് പറയരുത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ മതി. പക്ഷെ ഈ കൃപയിൽ, ഈ ദൈവ സാന്നിധ്യത്തിൽ ഇത് ഓടി തികയ്ക്കണം. അതുവരെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അതുവരെ പാടണം, ആരാധിക്കണം, ദൈവവചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. എപ്പോഴും പറയണം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം. ആ പാട്ടിന്റെ 2 വരി ഭംഗിക്ക് പാടിയതല്ല, അതിന്റെ അർത്ഥം ധ്യാനിച്ച് പാടിയതാണ്. ഒന്നുകൂടെ പാടിക്ക്. മരുഭൂയാത്രയാതികഠിനം, പ്രതികൂലങ്ങളാനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രിയാത്തിത്തൂണാൽ എന്നെ അനുദിനം വഴി നടത്തും. മരുഭൂയാത്ര അതികഠിനമാണ്. പ്രതികൂലങ്ങൾ അനുനിമിഷമുണ്ട്. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണാൽ അങ്ങനെ വഴി നടത്തണം. ഒരു നിമിഷം പോലും എന്നെ കൈവിടരുത്. ഓരോ ചുവടിലും, ഓരോ ചുവട് വെപ്പിലും അപകടമുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ കൂടെ ഇരിക്കണം. ഈ ജനം ആർക്കുക? കണ്ണ് തുറന്നു കിട്ടിയതൊന്നുമല്ല, അതൊരു ആരംഭം മാത്രമാണ്. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ളത്. രോഗസൗഖ്യം ഒന്നുമല്ല, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ആരംഭം മാത്രം. ഒരു വിടുതലും ഒന്നുമല്ല, എല്ലാം നല്ലതാണ്. പക്ഷെ അതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഈ യാത്ര എന്നും മുന്നോട്ട് പോകേണ്ടതാണ്, അവസാന ശ്വാസം വരെയും അല്ല, കർത്താവിന്റെ വരവ് വരെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ ബയോഗ്രഫിയില് പറഞ്ഞതായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ, ഉൾവനങ്ങളിൽ ഓരോ ചുവടിലും അപകടം പതിയിരിപ്പുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റണും കൂട്ടരും പോയ വഴിയിൽ മുന്നേ ആരും അങ്ങനെ പോയിട്ടില്ല. ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഘോര വനമാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറയുന്നത്, അടുത്ത ചുവട് വെക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഒരു കടന്നൽ കൂട്ടം ഇളകി വരും, ചിലപ്പോ ഉഗ്ര വിഷമുള്ളൊരു പാമ്പിനെ ആയിരിക്കും തൊട്ടു മുമ്പിൽ കാണുന്നത്, ചിലപ്പോ ഒരു സിംഹം അലറി വീഴാം, ഒരാന ഏതു നിമിഷവും ചാർജ് ചെയ്യാം. അന്ന് ആഫ്രിക്കയിൽ ഏറ്റവും പേടിയുണ്ടായിരുന്ന സുളൂസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം ഉണ്ടായിരുന്നു. അവരുടെ വിഷം പുരട്ടിയ അമ്പുകൾ ഏത് നിമിഷവും ഒരു മിന്നലാക്രമണം പ്രതീക്ഷിക്കാം. കാട്ടുപോത്തുകൾ, വിഷം ഉള്ള പലതരം
കായ്കനികളും പുഷ്പങ്ങളും, വെള്ളമില്ലാത്ത മരുഭൂമികൾ, ഉൾപ്രദേശങ്ങൾ. എന്തിനാ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറയുന്നത്? ഒരു കൊതുക് കടിച്ചാൽ പോലും ചിലപ്പോൾ ജീവൻ തീരും. ഏറ്റവും അധികം മിഷണറിമാരെ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കാലത്ത് കൊന്നുകളഞ്ഞത് റിവർ ഫീവർ എന്ന അന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മാരക രോഗമാണ്. ഞാൻ ആ പുസ്തകം പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല രസമാണല്ലോ, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഏതെങ്കിലും സ്ഥലം ലോകത്തുണ്ടോ? ഒരു മിഷൻ ട്രിപ്പ് നടത്തിയാൽ അതിനുള്ള സാധ്യതയെ പറ്റിയൊക്കെ ചുമ്മാ എൻ്റെ റൂമിൽ എഴുതി ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി, വലിയ വ്യത്യാസമൊന്നുമില്ല, ഇപ്പോഴും ഇതുപോലെ തന്നെ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഓരോ ചുവട്ടിലും അപകടം പതുങ്ങിയിരിപ്പുണ്ട്, നമുക്കറിയത്തില്ല. ഓരോ ദിവസവും അനർത്ഥങ്ങൾ നാം അറിയാത്ത ഒട്ടനവധിയുണ്ട്. ദൈവകൃപയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്ലാതെ പോകാൻ പറ്റത്തില്ല. ഈ ജനമാർക്കുന്നത് നോക്കി, ഞങ്ങളെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക. ബർത്തിമായി, നിനക്കിനി എന്താ സൗഖ്യം വേണ്ടത്? എനിക്ക് സൗഖ്യമൊന്നും വേണ്ട, എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് ഈ കൃപയിൽ ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. കർത്താവിനെ അനുഗമിക്കുക. അങ്ങനെ ആ ഒലിവുമലയുടെ കയറ്റത്തിൽ കയറിയപ്പോൾ ജനം ഇങ്ങനെ ആർത്ത് ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കരഞ്ഞു. അപ്പൊ ജനമാർത്ത് ഘോഷിക്കുമ്പോൾ കർത്താവ് കരഞ്ഞു. എന്തിനാ കരഞ്ഞേ? യെരൂശലേമിനെ നോക്കി കരഞ്ഞു. എന്തിനാ കരഞ്ഞേ? അവിടെ ഇനിയും ഒരുപാട് ജനങ്ങളുണ്ട്. ഇത്രയും പേർ രക്ഷപ്പെട്ടാൽ പോരാ, എനിക്ക് ഇനിയും വേറെ മക്കളുണ്ട്, അവരും കൂടെ എന്നെ അറിയണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. കർത്താവിന്റെ ആ വേദന, അതാ ദൗത്യം, അത് മനസ്സിലാക്കണം. നാം ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ എത്രയോ പേർ ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഭാരമുള്ളൊരു ഹൃദയം നിശ്ചയമായിട്ട് നമുക്കുണ്ടാകണം. ധാരാളം സമയം ഈ കർത്താവിന്റെ ദാസൻ എനിക്ക് ശുശ്രൂഷിക്കാൻ തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം എടുക്കത്തുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. കൃത്യമായൊരു ദൂത് ദൈവത്തിന് നമ്മോട് അറിയിക്കാനുണ്ട്. അവർ യെരൂശലേമിൽ വന്നപ്പോൾ ആ ഒലിവുമലയുടെ കയറ്റം കയറി ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി വന്നാൽ കിദ്രോൻ തോട് കടന്ന് നേരെ യെരൂശലേമിലോട്ടാണ് കയറുന്നത്. യെരൂശലേം പട്ടണത്തിലോട്ട്. യെരൂശലേമിന്റെ മതിൽ കടന്ന് ആ ഗോപുരത്തിൽ കൂടെ അവർ യെരൂശലേം പട്ടണത്തിലോട്ട് കടന്നപ്പോൾ പട്ടണം ഇളകി മറിഞ്ഞു. മൂലഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗം പോലെ, അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇളകുന്നത് പോലെ പട്ടണത്തിലെ ജനങ്ങൾ ഇളകി. ഇവൻ ആരെന്നവര് ചോദിച്ചു. ഹൂ ഈസ് ദിസ്? ഇതാരാ? ഇവൻ ആരെന്ന് ചോദിച്ചു. അയ്യോ, അതിന്റെ ഉത്തരം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇവൻ ആരെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എല്ലാവർക്കും. ജനം ഇങ്ങനെ ഇളകിയതല്ലാതെ അവരാരും അവനെ കൈക്കൊണ്ടില്ല. ആ ഭാഗം സുവിശേഷങ്ങളിൽ വായിച്ചാൽ പിന്നെയും നമ്മുടെ കണ്ണ് നിറയും. ഇങ്ങനെ കുറെ പാവപ്പെട്ടവർ ഹോസന്നാ വിളിച്ച് കർത്താവിന്റെ കൂടെ യെരൂശലേമിലേക്ക് വന്നതല്ലാതെ ആ പട്ടണത്തിൽ ഒരു വരവേൽപ്പും ലഭിച്ചില്ല. ആരും മൈൻഡ് ചെയ്തില്ലെന്ന് വേണേ പറയാം. വചനം നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം ഞാൻ ആ പറഞ്ഞത് കറക്റ്റാണെന്ന്. ഈ കൂടെ വന്ന ജനമല്ലാതെ ആ പട്ടണത്തിലുള്ള ആരും തന്നെ കർത്താവിനെ ഗൗനിച്ചില്ല. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ, പ്രമാണിമാർ ആരും ഗൗനിച്ചില്ല. എന്നെങ്ങനെ അറിയാം എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. സന്ധ്യ ആയപ്പോൾ കർത്താവ് തിരികെ ബഥാന്യയിലേക്ക് പോയി. അന്ന് രാത്രി ബഥാന്യയിൽ പാർത്തു. യെരൂശലേമിൽ തല ചായ്പാൻ ഒരിടം കിട്ടിയില്ല. ആരും ഔവണ്ണം സ്വീകരിച്ചില്ല. ബഥാന്യയിൽ തനിക്ക് പ്രിയപ്പെട്ടൊരു കുടുംബമുണ്ട്. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ഈ കൂടെ വന്ന ജനമോ
അവര് സാധുക്കളാ, അവരവിടെ എവിടേക്കോ അന്തി ഉറങ്ങി. ഇതൊന്നും മറക്കരുത്, ഇതൊക്കെ ഹൃദയത്തിൽ കുറിച്ചിട്ടുണ്ട്. അവര് പാവപ്പെട്ടവരാ, പക്ഷെ അവര് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാ, വലിയ കാര്യങ്ങളാ. ബഥാന്യയിൽ വീടുകൾ പലതും ഉണ്ട്, കർത്താവിന് പ്രിയപ്പെട്ട. പക്ഷെ അന്ന് ആ വീട്ടിലൊന്നും താമസിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെ താമസിച്ചെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് പറയാൻ. എവിടോ ആ ഗ്രാമത്തിൽ എവിടോ, വീട്ടിലാകാൻ സാധ്യതയില്ല, അന്തി ഉറങ്ങി. എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ബാക്കിയുള്ളത് കേക്ക്. പുലർച്ചയ്ക്ക് അവൻ വരുമ്പോൾ, തിരികെ യെരുശലേമിലേക്ക് വരുമ്പോൾ അവന് വിശന്നു. ലാസറിന്റെ വീട്ടിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയില്ല, ശീമോന്റെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയില്ല, ഒന്നുമില്ല. അവന് വിശന്നിട്ട് അവന് അത്തിയുടെ അടുക്കൽ വന്നു. മറക്കരുത്, അതൊക്കെ അത്രയും മതി. ഈ പശ്ചാത്തലം, ഈ രംഗം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഈ രംഗം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ, നമ്മുടെ ഈ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം അവസാന ഭാഗത്തേക്ക് കടക്കുക. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു. പടയാളികൾ ബന്ധിക്കേണ്ടതിനും പല പ്രമാണികളുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടേണ്ടതിനും യേശു ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുക്കാതെ പറ്റത്തില്ല, പിടിക്കാനും പറ്റത്തില്ല, വിസ്തരിക്കാനും പറ്റത്തില്ല. ഈ യേശുക്രിസ്തു ആരാണെന്ന് നമുക്കറിയാം, അവർക്കും അറിയാൻ, കൃത്യമായിട്ട് അറിയായിരുന്നു ദൈവപുത്രൻ. ഏൽപ്പിച്ചു കൊടുക്കുകയോ വിസ്താരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പീലാത്തോസിന്റെ മുമ്പിൽ ഇതേ വാക്ക് കർത്താവ് പറയുന്നുണ്ട്. മേലിൽ നിന്ന്, അതായത് എന്റെ പിതാവിൽ നിന്ന് നിനക്ക് ലഭിച്ച അധികാരമല്ലാതെ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഇല്ല. എന്റെ പിതാവ് ഏൽപ്പിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. ആ റോമൻ ഗവർണറിന്റെ കൊട്ടാരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച്. യേശു പിന്നെയും നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. അത് ശരിക്കും മനസ്സിലാക്കേണ്ടത്, നാടുവാഴി യേശുവിന്റെ മുമ്പാകെ നിന്നു എന്നാണ്. ഇപ്പൊ അത് വിവരിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യം, ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 1 ഓൺവേർഡ്സ്. പീലാത്തോസ് യേശുവിനെ വാറുകൊണ്ടടിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. പടയാളികൾ യേശുവിനെ അകത്ത് കൊണ്ടുപോയി. യേശുവിന്റെ വസ്ത്രം അഴിച്ചു മാറ്റി, രക്താംബരം ധരിപ്പിച്ചു. ഒന്നും വിട്ടുകളയരുത്, എല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു വെച്ചു. അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. പോലീസ് സ്റ്റേഷനല്ലേ, അവിടെ എന്നാ ഇല്ലാത്ത എല്ലാ സാധനവും ഉണ്ട്. ആവശ്യാനുസരണം കൈകാര്യം ചെയ്യാനുള്ള എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടുകുത്തി യേശുവിനെ പരിഹസിച്ചു. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം. വായിക്കുമ്പോൾ പേടി തോന്നും. ഈ പരിഹസിച്ചവര് ഒരല്പം കഴിയുമ്പോൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ കൊണ്ടുവന്ന പാർട്ടികളുണ്ടല്ലോ, യഹൂദന്മാര്, അവരുടെ കാര്യമാണ് കഷ്ടം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പൊ പരിഹസിക്കുന്ന പലരും ഒരല്പം കഴിയുമ്പോൾ രക്ഷിക്കപ്പെടും. ഇതും കൊണ്ടു നടക്കുന്ന പാർട്ടികളുണ്ടല്ലോ, അവരുടെ കാര്യമാണ് ബുദ്ധിമുട്ടിലാകുന്നത്. ഒന്നും മറക്കരുത്, എല്ലാം വായിച്ചാൽ പേടി തോന്നും. പേടിയല്ല, സ്നേഹം തോന്നും കർത്താവിനോട്. ഞാൻ മുമ്പേ പറഞ്ഞ സാധുക്കളെ പോലെ ഒന്നുമില്ലെങ്കിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ജീവിച്ച് ഓടി തീർക്കണം. എപ്പോഴും പറയണം, ഇപ്പോൾ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക, എന്നും രക്ഷിക്ക. പീലാത്തോസ് യേശുവിനെ കണ്ടിട്ട് യഹൂദന്മാർ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറയും. കുറ്റമുണ്ടോ എന്ന് അറിയാനാണോ പാറുകൊണ്ട് അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നിനക്ക് പരീക്ഷിക്കാൻ പറ്റിയ ആളൊന്നും അല്ലിത്, നീ ഉദ്ദേശിക്കുന്ന ആളല്ലിത്. വെറുതെ
സമയം കളയരുത്. ഞാൻ പീലാത്തോസിന്റെ കാര്യമല്ല പറയണേ. ഒത്തിരി ചെറുപ്പക്കാർ ഇപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്യാവുന്ന ആളല്ല, നിന്റെ സൃഷ്ടാവാണ്, നിന്റെ ഉടയവനാണ്. മുൾക്കിരീടം ധരിച്ച് ചൂടി രക്താംബരം ധരിച്ച് യേശുവിനെ മുന്നെ കൊണ്ട് നിർത്തിയപ്പോ പീലാത്തോസ് യേശുവിനെ വിളിച്ച് യഹൂദന്മാരുടെ അടുക്കൽ കൊണ്ട് കാണിച്ചു. ഉയർന്നൊരു തലത്തിൽ അവർ നിൽക്കുന്നത്, താഴെ യഹൂദന്മാർ നിൽപ്പുണ്ട്. പീലാത്തോസ് റോമൻ ഗവർണർ യഹൂദന്മാരുടെ അടുക്കൽ യേശുവിനെ കൊണ്ട് നിർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ, ഇതാ ആ മനുഷ്യൻ. അവന്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് പീലാത്തോസിന്റെ. ഈ പീലാത്തോസ് ആരാണെന്നൊരു അത്ഭുതം തോന്നും. ഇയാളൊരു ഗവർണറിന്റെ റോൾ അല്ല കൈകാര്യം ചെയ്യുന്നത്. ഇയാളെ തിരുവെഴുത്തുകളെല്ലാം കോട്ട് ചെയ്യുക. പ്രവാചക പുസ്തകത്തിലെ പലതും പീലാത്തോസ് ഇപ്പൊ വിളിച്ചു പറയും. അത്ഭുതം തോന്നും പീലാത്തോസിന്റെ റോൾ എന്താണ്. യഹൂദന്മാരോട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, യേശുവിനെ സ്വീകരിക്കാൻ പറയുക, അവരെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ ഈ 19 അധ്യായം വായിച്ചു നോക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ബിഹോൾഡ് ദ മാൻ, ആ മനുഷ്യൻ ഇതാ. അവര് പറഞ്ഞ് നീക്കിക്കളഞ്ഞേ, അവേ വിത്ത് ഹിം, നീക്കിക്കളയുക, ഞങ്ങൾക്ക് വേണ്ട. ഉടനെ പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്ത്? ക്രൂശിക്ക എന്നാർത്തപ്പോ പീലാത്തോസ് ചോദിച്ചു, അവൻ ചെയ്ത തെറ്റെന്ത്? അതാ ഞാൻ പറഞ്ഞ പീലാത്തോസിന്റെ റോള് ശ്രദ്ധിച്ച് കേൾക്കണം. ക്രൂശിപ്പാൻ അവൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? അവനെ ദ്വേഷിപ്പാൻ അവൻ നിങ്ങളോട് എന്ത് ചെയ്തു? ഞാൻ പീലാത്തോസിന്റെയും യഹൂദന്മാരുടെയും പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ സംസാരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും നിങ്ങളോടും എന്നോടും തന്നെയാണ്. അവനെ ഇങ്ങനെ അവഗണിക്കാൻ, അവനെ ദ്വേഷിക്കാൻ, താല്പര്യമില്ലാതെ വരാൻ, കൊന്നുകളയാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? അത് ഒരു പ്രവചനമാണ്. അവർ വെറുതെ എന്നെ ദ്വേഷിച്ചു എന്ന് യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അവര് കാരണം കൂടാതെ എന്നെ പകച്ചു, അവർ വെറുതെ എന്നെ പകച്ചു. സാധുക്കളായ ജനം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാന്ന് വിളിച്ചു പറഞ്ഞപ്പോ പ്രമാണിമാർ വിളിച്ചു പറഞ്ഞത് കൊന്നുകളയുക, അവേ വിത്ത് ഹിം, ക്രൂസിഫൈ. വിസ്താരം മുന്നോട്ട് പോയപ്പോൾ താഴെ കലാപം പൊട്ടി പുറപ്പെട്ടു. അങ്ങനെ ബൈബിളിലുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ കലാപം പൊട്ടി പുറപ്പെടുന്നുവെന്ന് പീലാത്തോസ് കണ്ടിട്ട്, അതെങ്ങനെ എഴുതിയിരിക്കുന്നെന്ന് കേൾക്കണോ? ആരവം അധികമാകുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു റയറ്റ് ലൈക്ക് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നുവെന്ന് പീലാത്തോസ് കണ്ടിട്ട് മനസ്സോടെ ന്യായാസനത്തിൽ പോയിരുന്നു. ഫൈനൽ വേർഡിക്റ്റ് ഒപ്പിടാൻ വേണ്ടി, വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി ആ ന്യായാസനത്തിൽ പോയിരുന്നു. അയാൾ അവിടെ ഇരുന്നിട്ടേ അയാൾക്ക് ഇരിപ്പുറക്കുന്നില്ല. അയാൾ ഈ വിധി എഴുതാൻ വേണ്ടി അവിടെ ഇരുന്നിട്ടേ, ഇതെല്ലാം ബൈബിളിൽ നിന്നാ പറയണത്. അയാൾ ആ കസേരനെ കൊണ്ട് ചാടി എഴുന്നേറ്റിട്ടേ പിന്നെ യഹൂദന്മാരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ബിഹോൾഡ് യുവർ കിങ്. അത് സെക്കറിയാവ് 9:9 കിടക്കുന്ന വാക്യമാണ്. അത് പ്രവചനമാണ്. ഇവിടെ അത് കോട്ടീവ. ഇതാ നിങ്ങളുടെ രാജാവ്. ബിഹോൾഡ് യുവർ കിങ്. യോഹന്നാൻ 19:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 14 onwards. അപ്പോൾ പെസഹായുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു, രാവിലെ 6 മണി കേട്ടോ. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇതാ നിങ്ങളുടെ രാജാവ്. അവരതിന് കൊടുത്ത മറുപടി കേൾക്കണോ? ഞങ്ങൾക്ക് രാജാവില്ല, കൈസർ അല്ലാതെ വേറൊരു രാജാവില്ല.
We have no king but Caesar. അയ്യോ, വാക്കൊന്ന് കേക്ക്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. We have no king but Caesar. കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല. തള്ളിയവര് എത്ര തവണയെന്നറിയാം. തിരിച്ചും മറിച്ചും ഒക്കെ ഈ വചനങ്ങൾ ചോദിക്കുമ്പോഴും അത് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, കൊന്നേരെ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങളുടെ രാജാവ് സീസറാണ്. സീസർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. സീസർ ഈസ് എ ടൈറ്റിൽ. ഇറ്റ്സ് നോട്ട് ദ നെയിം ഓഫ് എ പേഴ്സൺ. He represents the Roman Empire. ഒരു സാമ്രാജ്യത്തിന്റെ തലവന്റെ, ഭരണാധികാരിയുടെ പേരാ, ഒരു വ്യക്തിയുടെ പേരല്ല സീസർ. സീസർ represents power, luxury, ഒരുപാട് കാര്യങ്ങൾ സീസർ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിന്റെ തലവൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. സമ്പത്ത്, അധികാരം, ആഡംബരം. ശ്രദ്ധിച്ചു കേട്ടു, ഇവരീ പറയുന്നതാ ഞങ്ങൾക്കതല്ലാതൊരു ദൈവമില്ല. ശരിയാണോ? യേശുക്രിസ്തുവിനെ അവഗണിക്കാൻ, വേണ്ടെന്ന് പറയാൻ കാരണം പണമാണോ? അധികാരമാണോ? സുഖസൗകര്യങ്ങൾ നിമിത്തമാണോ യേശുവിനെ അവഗണിക്കുന്നത്? അരുത്, ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്. ഇവരീ പറഞ്ഞതൊക്കെ എത്ര ഭീകരമെന്നറിയാം. കൈസറല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ലെന്ന്. ദൈവമക്കളെ, കൈസരത് കേട്ടു, പുള്ളിക്ക് ഇഷ്ടമായി, പുള്ളിക്ക് സന്തോഷമായി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കൈസറിനോട് ഈ ജനമെല്ലാം കൂടെ അവരുടെ അലയൻസ് അറിയിച്ചതാ, ഞങ്ങളുടെ രാജാവ് കൈസറാണ്. കൈസർക്ക് ഇഷ്ടപ്പെട്ടു. കൈസർ ഉടനെ പട്ടാളത്തെ വിട്ടു. യഹൂദന്മാര് നമ്മുടെ ആളുകളാണല്ലോ, പൊക്കോളാൻ പറഞ്ഞു. പട്ടാളം വരാൻ ഇത്തിരി വൈകി. AD 70 വന്ന് തകർത്ത് കളഞ്ഞു. ആരെയാണോ രാജാവെന്ന് പറയുന്നത് അതിന്റെ നിമിത്തം തകരും. ലോകത്തിൽ വേറെ എന്തിനെയാണോ നമ്പുന്നത് അതിന്റെ നിമിത്തം തകരും. തർക്കമില്ല കാര്യം. ഈ പ്രമാണികൾ കർത്താവിനെ തള്ളി. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ്, സൗമ്യനായി വാഹനമൃഗത്തിന്റെ, കഴുതയുടെ പുറത്ത്, നിന്റെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരും. ഇതാ നിന്റെ രാജാവ്. അതിനോടുള്ള പ്രതികരണം സാധുക്കളായ വഴിയിൽ വിറ്റിട്ട് പ്രമാണിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ രാജാവ് കൈസറാ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. യേശുവിനെ ക്രൂശിപ്പാൻ പീലാത്തോസ് വിധിച്ചു. ഗൊൽഗോഥായുടെ മുകളിൽ യേശുവിനെ 3 ആണികളിന്മേൽ തൂക്കിയിടുമ്പോൾ പീലാത്തോസ് ഒരു കാര്യം കൂടെ അധികമായിട്ട് ചെയ്തു. ആ ക്രൂശിന്റെ മുകളിൽ ഒരു മേലെഴുത്ത് എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ് നസറായനായ യേശു. അവരെതിർത്തു. അവര് പറഞ്ഞു, ആ പേര് പോലും എഴുതരുത്, ഞങ്ങൾക്കത് ഇഷ്ടമല്ല, ഞങ്ങൾ അംഗീകരിക്കുകയല്ല, ആ പേര് മാറ്റണം. എന്തൊരു കഷ്ടമാ, എന്തൊരു കഷ്ടമാ. അറിയാതാണോ ഈ പറയുന്നത്? ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിർത്തുമ്പോൾ എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം ഞാൻ പറയട്ടെ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നല്ല നമ്മളെ പോലുള്ള കുറെ ആളുകൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ഈ പറഞ്ഞ പോലെ കുറെ ദുഷ്ടന്മാർ കർത്താവിനെ കൊന്നു എന്ന് തോന്നരുത്. ഹോശന്ന പാടിയ നല്ല ചില സാധുക്കളായ ആളുകൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ യാഗമായി. കുറെ പട്ടാളക്കാരും കുറെ കള്ളന്മാരും കൂടെ ചേർന്ന് കർത്താവിനെ ക്രൂശിൽ തറച്ചു എന്ന് പറയരുത്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ. നമുക്കെല്ലാവർക്കും വേണ്ടിയാ കർത്താവ് ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ ആണികൾ കൊണ്ട് കൈകളിലും കാലുകളിലും തറയ്ക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ആ ക്രൂശിലെ കള്ളനെ നോക്ക്. ഈ കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ
അവൻ ആ പട്ടണത്തിലോ അതിന്റെ സമീപ പ്രദേശങ്ങളിലോ ഉണ്ടായിരുന്നില്ലോ. ഒരിക്കൽ പോലും ഈ കർത്താവിനെ ഒന്ന് അറിയാൻ അവൻ മനസ്സ് വെച്ചില്ലല്ലോ. അല്പം ആഴത്തിൽ പഠിച്ചാൽ ഞാൻ ഈ പറയുന്ന കറക്റ്റാ. യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവൻ അതിനൊന്നും നേരം കിട്ടിയില്ലല്ലോ. പുള്ളിക്ക് വേറെ ബിസിനസ്സായി. പക്ഷെ ക്രൂശിന്റെ മുകളിൽ വെച്ച് അവൻ രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. കർത്താവിനെ സ്നേഹിച്ചല്ലോ. അവന്റെ പാപം കർത്താവ് ക്ഷമിച്ചല്ലോ. ആ സ്നേഹമാ ഇന്ന് ഈ സഭായോഗത്തിന്റെ മധ്യത്തിൽ നമുക്കറിയേണ്ടത്. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ്, സൗമ്യൻ. ഈ പട്ടാളക്കാരൻ, ഇവരിൽ ഒരു നല്ല പങ്ക് ആളുകളും ഈ ഗൊൽഗൊഥായുടെ മുകളിൽ വെച്ച് രക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 27 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവരല്ലേ കർത്താവിനെ മുമ്പ് പരിഹസിച്ചത്? ഇവരല്ലേ ഗൊൽഗൊഥ, ഈ യെരുശലേമിന്റെ തെരുവുകളിൽ കൂടെ ഗൊൽഗൊഥയോളം കർത്താവിനെ നടത്തിച്ചത്? കൈകളും കാലുകളും ആണി കൊണ്ട് തറച്ചുയർത്തി നിർത്തിയത് ഇവരല്ലേ? അതിന്റെ ലീഡറല്ലേ കർത്താവിനെ ഏറ്റുപറഞ്ഞത്, രക്ഷിക്കപ്പെട്ടത്? ആ ഭാഗം വായിച്ചിട്ടില്ലേ നിങ്ങൾ? ഏത് മനുഷ്യനും രക്ഷപ്പെടാം. ഏത് മനുഷ്യനും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഏത് മനുഷ്യനും രക്ഷപ്പെടാം. ഏത് പാപവും ക്ഷമിക്കും. എത്ര കടുച്ചുവപ്പാണേലും കർത്താവ് ക്ഷമിക്കും. പ്രമാണികൾ തള്ളി, സാധുക്കൾ കൈക്കൊണ്ട്. പക്ഷേ ഇന്ന് രാത്രി ആർക്ക് വേണേലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും. ഈ തള്ളിയവർ തന്നെയും പിന്നത്തേതിൽ അനേകർ രക്ഷിക്കപ്പെട്ടതാണ്. യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് റോമൻ പടയാളി അവന്റെ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് ആഞ്ഞു കുത്തുന്നുണ്ട്. ആ കുന്തം അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ പടയാളി ഉൾപ്പെടെ ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടാം. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ പീലാത്തോസ്, ഇതിന്റെ ഇടയിൽ നിന്ന മനുഷ്യൻ, അയാൾക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ടായിരുന്നു ഇത് യേശുക്രിസ്തുവാണ്, ഇത് ദൈവപുത്രനാണ്, ഇവൻ മശിഹയാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അന്ന് പുലർച്ചെ അവന്റെ കൊട്ടാരത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ സ്വപ്നം കണ്ടല്ലോ, ഇത് നീതിമാനാണ്. ആ വിവരം അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് കൂടാതെ പീലാത്തോസിന് കൃത്യമായിട്ട് വെളിപ്പെട്ടല്ലോ ഈ നിൽക്കുന്നത് മശിഹ. യോഹന്നാൻ 19 അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവൻ കർത്താവിനെ സ്വീകരിച്ചു. ബർത്തിമായും മഗ്ദലക്കാരത്തി മറിയയും പാവപ്പെട്ടവരും ഒക്കെ സ്വീകരിക്കും. പ്രമാണികളൊക്കെ തള്ളിക്കളയും. ഇതിന്റെ ഇടയ്ക്കൊരു കൂട്ടരുണ്ട്, എല്ലാം അറിഞ്ഞിട്ട് ഒരു ഡിസിഷനും എടുക്കാൻ മേലാതെ നിസ്സംഗതയോടെ നിൽക്കുന്നവർ. പീലാത്തോസ് അതിന്റെ ഒരു ഉദാഹരണമാണ്. അവന് ക്രൂശിക്കണമെന്നൊന്നുമില്ല, തള്ളിക്കളയണമെന്നും കൊല്ലണമെന്നൊന്നുമില്ല. യേശു ഇന്നസെന്റാ, നല്ലയാളാ, അല്ല മശിഹയാണെന്നും മനസ്സിലായി. പക്ഷെ അവൻ ഏറ്റു പറഞ്ഞില്ലല്ലോ, അവൻ സ്വീകരിച്ചില്ലല്ലോ. ഒരു ജീവിതമേ ഉള്ളൂ, മറക്കരുത്. പുരുഷാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ആർ, ഹു ഈസ് ദിസ്? അതിന്റെ ഉത്തരം ഇവൻ ആറെന്ന് നീ അറിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. ഈ പീലാത്തോസ് നിസ്സഹായതയോടെ ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, then what shall I do with Jesus? യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് നാട്ടുകാരോടാണ് ചോദിക്കുന്നത്. അത് നീയല്ലേ തീരുമാനിക്കട്ടെ. യേശു ക്രിസ്തു ആണെന്ന് വെളിപ്പെട്ടാൽ, മശിഹാണെന്ന് മനസ്സിലായാൽ ഡിസിഷൻ ഞാനല്ലേ എടുക്കേണ്ടത്, നിങ്ങളല്ലേ എടുക്കേണ്ടത്? അത് നാട്ടുകാരോടാണ് ചോദിക്കുന്നത്. നാട്ടുകാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കേൾക്കണോ, കൊന്നു കളഞ്ഞേരെ എന്നാട്ടെ നീ മനുഷ്യനും പറഞ്ഞു. ആകയാൽ ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ 3 കാറ്റഗറിയെ കൃത്യമായിട്ട് കാണാം. പാവപ്പെട്ടവർ, കർത്താവിനെ അറിഞ്ഞവർ, പാടി സ്തുതിച്ചാരാധിക്കുമ്പോൾ, പ്രമാണികൾ അറിഞ്ഞിട്ടും കർത്താവിനെ തള്ളിക്കളയുമ്പോൾ, എല്ലാം അറിഞ്ഞിട്ടും നിസ്സംഗതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, എൻ്റെ പ്രിയരെ, ഡിസിഷൻ ഞാനും നിങ്ങൾ മേടിക്കണം. ഇവൻ ആർ? ഇവൻ ദൈവപുത്രൻ, ഇവൻ മശിഹ,
എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. ആ മഗ്ദലക്കാരത്തി മറിയെ പറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അവളൊരു പാവം സ്ത്രീയാ. അവളെ പറ്റി ബൈബിളിൽ അധികം കാണാനില്ല. അവളൊരു മോശം സ്ത്രീയല്ല. അവൾക്ക് 7 ഭൂതം ഉണ്ടായിരുന്നു. കർത്താവ് 7 ഭൂതത്തെയും പുറത്താക്കി. എങ്ങനെയാ സൗഖ്യമാക്കിയതെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി എന്നുണ്ട്. അന്ന് മുതൽ അവൾ കർത്താവിനെ അനുഗമിക്കുക. സാധുവായൊരു സ്ത്രീയാണ്. മാന്യ വനിതകളുടെ കൂട്ടത്തിൽ അവൾ കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മയുടെ കൂടെയും സെബദി പുത്രന്മാരുടെ അമ്മയുടെ കൂടെ, ശലോമയുടെ കൂടെ, അങ്ങനെ മാന്യ വനിതകളുടെ കൂടെ അവൾ കർത്താവിനെ അനുഗമിക്കുക. ഈ ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയല്ലോ, രക്ഷപ്പെട്ടല്ലോ. അവളുടെ വഴിക്ക് പോവല്ല ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കർത്താവിനെ ജീവിതത്തിലുടനീളം അനുഗമിക്കുക. ഈ ക്രൂശിന്റെ ചുവട്ടിൽ അവളുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരം അടക്കം ചെയ്യുമ്പോഴും അവൾ ആ കല്ലറയുടെ വാതിൽക്കലുണ്ട്. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവളോട് ആദ്യം അസദ്വർത്തമാനം ദൂതന്മാരും യേശുക്രിസ്തുവും അറിയിക്കും. ദൂതന്മാരാ സദ്വർത്തമാനം അറിയിച്ചു കഴിഞ്ഞ് എല്ലാവരും കല്ലറയ്ക്കൽ നിന്നങ്ങ് പോയി. കൂടെ വന്ന സഹോദരിമാര് പോയി, പീറ്റർ പോയി, ജോൺ പോയി, എല്ലാവരും പോയി. ഈ സഹോദരി ഒറ്റയ്ക്ക് കല്ലറയ്ക്കൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ പുറകിൽ ആ തോട്ടത്തിൽ ഒരാൾ നിൽക്കുന്ന പോലെ അവൾ കണ്ടു. അവൾ വിചാരിച്ച തോട്ടക്കാരനാണ്. അവൾ പറഞ്ഞു, യജമാനനെ, എന്റെ കർത്താവിനെ നീ എവിടെ എടുത്തോണ്ട് പോയി കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ, സ്ഥലം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോണ്ട് പോക്കോളാം. ആ സ്നേഹം കണ്ടോ? ഇവക്ക് എടുക്കാൻ പറ്റൂ? അവളുടെ സ്നേഹം കൊണ്ട് അവൾ പറയുന്നത് കണ്ടു. ഇങ്ങനെ അനുഗമിക്കണം കർത്താവിനെ അവസാനം വരെ. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭം മാത്രം. ഇത് ഓടി തീർക്കണം. അവസാന ശ്വാസം വരെയും കർത്താവിന്റെ വരവും വരെയും എന്നും പറയണം, രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. എല്ലായ്പ്പോഴും ഓരോ ചുവടിലും ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ദൈവകൃപയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. അത്യുന്നതങ്ങളിൽ ഹോശന്ന, ദാവീദ പുത്രന് ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവിന് മഹത്വം. ഇങ്ങനെ സാധുക്കൾ ആർത്ത് വിളിച്ച് തങ്ങളുടെ വസ്ത്രം പോലും ഊരി വഴിയിൽ വിരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്കും അതിനുള്ള കൃപ തരണം. അങ്ങേ അറിയുവാൻ ഭാഗ്യം ലഭിച്ചതിനായിട്ട് സ്തോത്രം. ഇത് ഏറ്റവും ശ്രേഷ്ഠമെന്നോർത്ത് അറിഞ്ഞ് കർത്താവിനെ മുറുകെ പിടിച്ച് ആരാധിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.